വളരെ സന്തോഷം. നിങ്ങൾ മറ്റു സ്ഥാനത്തിനൊപ്പം ഞാൻ മറ്റേ ജനങ്ങളെ കണ്ടു. അത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു അങ്ങയുടെ തത്സമയം ഇപ്പോൾ മീഡിയക്കാരുമായിട്ട് അത് കൊടുത്തിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? ജനങ്ങൾ എന്റെ ഒപ്പം ഉണ്ടെന്ന് ഒരു സംശയമില്ല. ഞാനിപ്പോ ഓടി നടക്കുമ്പോൾ എല്ലാവരുടെയും കാണുന്ന സ്നേഹം എന്റെ ആത്മവിശ്വാസത്തിന് കുറച്ചുകൂടി കൂടിപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ മനസ്സിലായി ജനങ്ങൾ എനിക്ക് നൽകിയ വിശ്വാസം അവർ വീണ്ടും നൽകും. കാലാവസ്ഥ കടക്കുന്നുണ്ടോ? കാലാവസ്ഥ കുറച്ച് ഒരു പ്രശ്നമാണ്, ഭയങ്കര ചൂട്. പ്രത്യേകിച്ച് ഞാൻ ചില നേരത്തെ ഉച്ചനേരത്തൊക്കെ ക്യാമ്പസിലൊക്കെ ഇറങ്ങുമ്പോൾ അയ്യോ എന്താ ഒരു വെയില്. പക്ഷേ അതും പോലെ മാനേജ് ചെയ്യണം. എനിക്ക് എന്റെ ഓർമ്മ 2009 തെരഞ്ഞെടുപ്പ് അത് 3 ആഴ്ച ആയുള്ളൂ, ഇത് 6 ആഴ്ചക്കാൾ കൂടുതലാണ്. പക്ഷെ ആ 3 ആഴ്ചയും ഭയങ്കര ചൂടായിരുന്നു. ഇപ്പൊ അനുഭവം ഉണ്ട്. ഇപ്പൊ അങ്ങ് പൊതുവെ എല്ലാ നിയോജകമണ്ഡലങ്ങളൊക്കെ നിയമസഭാ നിയോജകമണ്ഡലങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എവിടെ വരെയായി പ്രചാരണം? ഈ 15 വർഷത്തിൽ ഞാൻ എല്ലാ മുക്കിലും പോയി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രചരണത്തിൽ ആരംഭിച്ചത് ഒരാഴ്ചയിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഔപചാരികമായി ആരംഭിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. അപ്പൊ ഒരാഴ്ച കഷ്ടിച്ചാവുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും പല സ്ഥലത്തിൽ പോയി ആൾക്കാരെ കണ്ടിട്ട് വോട്ട് ആവശ്യപ്പെടാനുണ്ട്. ഞാൻ ആൾക്കാരെ കാണുന്നതും ഓരോരോ ചടങ്ങുകൾ പങ്കെടുക്കുന്ന പ്രശ്നമല്ല, അതെപ്പോഴുണ്ട്. പക്ഷെ വോട്ട് ആവശ്യപ്പെടാൻ എല്ലാവരും എത്തിയിട്ടില്ല, എത്തും. അങ്ങേക്കത് നാലാമത്തെ ഊഴം. അപ്പൊ ഈ 3 ഊഴവും വിജയകരമായി കടന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ 4ാം തവണ അങ്ങ് നമ്മുടെ വോട്ടർമാരോട് പറയുന്ന കാര്യം എന്താ? 2 കാര്യങ്ങൾ. എന്ത് പുതിയ കാര്യം അങ്ങേക്ക് പറയാനുള്ളത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ നഗരത്തിന് വേണ്ടി ചെയ്ത ഓരോരോ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ അറിയാം, അവരെന്നെ നേരിട്ട് കണ്ടതാണ്. ഉദാഹരണം, 40 വർഷമായി തടസ്സപ്പെട്ട നാഷണൽ ഹൈവേ ബൈപ്പാസ് പ്രോജക്റ്റ് ഞാനാണ് യാഥാർത്ഥ്യമാക്കിയത്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ചെക്കുകളൊക്കെ കൈമാറി. അപ്പോൾ അത് BJPയുടെ പ്രോഗ്രാം ഒന്നും അല്ലാതെ ആൾക്കാർക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് അതിനെ പൂർത്തിയാക്കുന്ന സമയത്തിൽ ഒരു 103 സ്ഥലത്തിൽ ഞാൻ തന്നെ പോയി ജനങ്ങളുടെ ഓരോരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇന്റർചേഞ്ച്, അവിടെ ഒരു ഓവർ പാസ്, ഇവിടെ ഒരു അണ്ടർ പാസ് വന്നിട്ട് എല്ലാം ശരിയാക്കി കൊടുത്തിട്ടാണ് ഈ റോഡ് പൂർത്തിയായിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാത്തിലും നിന്നിട്ടുണ്ട്. പ്രോജക്ടിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും അങ്ങേക്ക് അവകാശപ്പെടാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ശ്രീനാഥ്. ഞാന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൽ ഇടപെടുന്നത് ഈ സ്വപ്ന പദ്ധതിയായിട്ട് 17 വർഷം നേരത്തെ പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ 2009 എത്തുന്നത്. ആ കാലത്തിന് എല്ലാവരും പറഞ്ഞത് വലിയ ആവശ്യമാണ് നമ്മുടെ തിരുവനന്തപുരം നാടിന്റെ. അച്യുതാനന്ദ മന്ത്രാലയം ടെൻഡർ ഇറക്കി. പക്ഷെ അവർ എടുത്ത ബില്ലുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലേ. പറയുന്നത് ചൈനീസ് കമ്പനീസാണ്. അവർ വലിയൊരു തുറമുഖയിൽ ചൈന കമ്പനിയുടെ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ആ സ്ഥിതിയിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടത്. അദ്ദേഹം എന്നെ വിഴിഞ്ഞം വേണ്ടി ഒരു സ്ഥാപിച്ച കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കളൊന്ന് ഇറങ്ങണം, താങ്കളുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കണം, നമുക്കൊരു നല്ലൊരു കമ്പനി വരണമെന്ന്. ആദ്യത്തെ ടെൻഡർ അദ്ദേഹം ഇറക്കിയപ്പോൾ ആരും ബിഡ് ചെയ്തില്ല. അപ്പോൾ ആ സ്ഥിതിയിലാണ് 2ാമത്തെ ടെൻഡർ ഇറക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ബൈ ചാൻസ് ഭാഗ്യത്തോടെ ഒരു ഫ്ലൈറ്റ് പഠിക്കാൻ നിൽക്കുന്ന ക്യൂവിൽ ഗൗതം അഡാനിയെ കാണുന്നത്. അങ്ങനെ സംസാരിച്ച് നിങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചിട്ട് ഫ്ലൈറ്റിൽ സംസാരിച്ചിട്ട് ഫ്ലൈറ്റിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ടെൻഡർ ഡോക്യുമെന്റ് മേടിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ബിഡ് ചെയ്ത്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ആയിരുന്നു അവസാനത്തെ ഓൺലി വാലിഡ് ബിഡ്. അതിൻ്റെ ഒപ്പം എല്ലാവരോടും സംസാരിച്ചത് രാഷ്ട്രീയമില്ല, വികസനം മാത്രമാണെന്ന് പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തിലും ശ്രീ പിണറായി വിജയന്റെ കാലത്തിലും ഞാൻ ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് തുടർന്നിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തിന്റെ ഓരോരോ കാര്യത്തിൽ പങ്കെടുക്കാനും എന്റെ അഭിപ്രായങ്ങൾ പറയാനും എല്ലാം സാധിക്കും. കഴിഞ്ഞ 3 തവണയും ഒരൊറ്റ വിഷയം കൂടി, വിഴിഞ്ഞത്തിന്റെ ഒരു കാര്യം കൂടി അറിയാനുള്ളത്. ഇതിന്റെ ഒപ്പം ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ച സ്ഥിതിയിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഞാൻ ഡയറക്ടറായിട്ടും ഒരു സാധാരണ MP ആയിട്ടും ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഒരു 438 കോടിയുടെ ഒരു ബഡ്ജറ്റ് മാറ്റിവെച്ച് വിഴിഞ്ഞം പദ്ധതിയെ എഫക്ട് ചെയ്തവരുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് അത് പാസ്സാക്കി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. ദുർഭാഗ്യത്തോടെ ആ വർഷമാണ് ഞങ്ങൾ ഇലക്ഷൻ തോറ്റത്. പക്ഷെ സാധാരണ ഒരു സർക്കാർ ഇങ്ങനെ ഒരു വലിയൊരു സാമൂഹ്യ ആവശ്യത്തിന് വേണ്ടി കാശ് മാറ്റിവെക്കുമ്പോൾ മറ്റേ സർക്കാരിന് ആ വാക്ക് പാലിക്കണം. അത് ഈ സർക്കാർ ചെയ്യാത്തതായിരുന്നു നമ്മൾ വലിയ നഷ്ടം. ഇത് ലൈവായിട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. തിരുവനന്തപുരത്തെ വോട്ടേഴ്സും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 തവണയും നേരിട്ടതിനേക്കാളും കടുത്തൊരു മത്സരം തിരുവനന്തപുരത്ത് അങ്ങേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു. ഈ തവണയും ത്രികോണ മത്സരം തന്നെയാണ്. ഞാൻ എല്ലാ മത്സരത്തെയും ഒന്നായി കാണുന്നു. പക്ഷേ 2 കാര്യം താങ്കൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് മറുപടി പറയാൻ സമയം തന്നില്ല. ഒന്ന്, എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് വികസന പദ്ധതികൾക്ക് വേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ്, സത്യമാണ്. അതിൻ്റെ ഒപ്പം എന്റെ ദേശീയ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ നോക്കണം. കാരണം ഞാൻ തിരുവനന്തപുരത്തിന്റെ ശബ്ദം കേൾപ്പിക്കാൻ
എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എല്ലാ വലിയ ദേശീയ വിഷയങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ ഭാരതത്തിൻ്റെ ഭൗസ്വരത സംരക്ഷിക്കുന്നത് എൻ്റെ വോട്ടർമാരുടെ വലിയ അത്യാവശ്യമാണ്. അവരാണ് എന്നോട് പറയുന്നത് ഈ ജനാധിപത്യത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മളിതിനെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ പാർലമെന്റ് അകത്തും വെളിയിലും ദേശീയ അന്താരാഷ്ട്രീയ വേദികളിലും ഒരു ശബ്ദമായി മാറി വന്നിട്ടുണ്ട് 15 വർഷക്കാലം. അത് ജനങ്ങൾക്കറിയാം. എന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഭാരതത്തിനെ കുറിച്ചൊരു ഒരു ശബ്ദമായിട്ട് മാത്രമല്ല, ഭാരതത്തിന്റെ ബഹുസ്വരതം, നമ്മുടെ ഡൈവേഴ്സിറ്റി, പ്ലൂറലിസം, ഇതെല്ലാമാണ് എൻ്റെ മുദ്രാവാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും നമ്മുടെ ജനാധിപത്യത്തിനെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അത് എൻ്റെ പാർട്ടിയുടെ നിലപാടാണ്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ BJP സർക്കാരിനെ മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് ഇത്ര മോശ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനാധിപത്യം നമ്മൾ വീണ്ടും എടുക്കണം, വീണ്ടും പണ്ടുകാലത്തെ പോലെ ആക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ആത്മവിശ്വാസത്തോടെ താങ്കൾ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സംശയം. ഒരു കാര്യം കൂടി, ഇന്നലെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെ ഒന്ന് ഞെട്ടിച്ചൊരു സംഭവം ഡൽഹിയിലുണ്ടായി. ഞാൻ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? കാരണം ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ നിലവിൽ വന്നതിന് ശേഷവും ഒരു മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നു. എന്റെ സ്റ്റാൻഡ് സ്പഷ്ടമാണ്. ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ഉദ്ദേശം പോലെ തന്നെ എന്താണ്, ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെ മത്സരിക്കാൻ സാധിക്കണം. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട്സിന് പോയി ഫ്രീസ് ചെയ്യണം. അവർക്ക് പിന്നെ സഞ്ചരിക്കാനുള്ള കാശില്ലാത്ത സ്ഥിതി എത്തിച്ചു ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ. അതിൻ്റെ ഒപ്പം നിങ്ങളൊരു മുഖ്യമന്ത്രി, അത് മാത്രമല്ല ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനും കൂടിയാണ്, അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ അദ്ദേഹം കൈയും കാലും കെട്ടിയിട്ടാണ് പ്രചരണം ചെയ്യാൻ പോണത്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് തെറ്റാണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം സർക്കാരിന് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമില്ലാത്തത് എന്തുകൊണ്ടാണ് CBI, ED, IT ബാധിക്കാത്തത്? അവർക്കും ഈ ഉത്തരവാദിത്തമില്ലേ അവർ ഈ ജനാധിപത്യത്തിൽ എടുക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതി ഇതിൽ ഇടപെടണം. അവർക്ക് സ്യോ മോട്ടോ അവർ സ്വന്തം ആഗ്രഹത്തിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് ജനാധിപത്യം അവരെന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഭരണഘടനത്തിന്റെ ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ പിന്നെ അതിന്റെ ലംഘനമായിട്ട് ആൾക്കാർ ചെയ്യുമ്പോൾ, സർക്കാർ ചെയ്യുമ്പോൾ, സർക്കാരിന്റെ ചില ഡിപ്പാർട്ട്മെന്റ്സ് ചെയ്യുമ്പോൾ ആരാ വിശ്വസിക്കുമ്പോൾ ഇവർ സ്വന്തം പിന്നെ ഇഷ്ടപ്രകാരം ചെയ്യണമെന്ന്? ഇതിലൊരു രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്ന വരെ കാത്തിരിക്കട്ടെ. അഥവാ അതിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ജൂൺ 4 കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്, വെയിറ്റ് ചെയ്യാം. എന്തായാലും അങ്ങേക്ക് എല്ലാ വിജയാശംസകളും. അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ പര്യടന ചൂടിലാണല്ലോ, ചൂട് കുറയ്ക്കണ്ട. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയാണ്. നമുക്കിപ്പോൾ 3 സ്ഥാനാർത്ഥികളെ നമുക്ക് ഈ മോർണിംഗ് ഷോയിൽ കൊണ്ടുവരാൻ പറ്റി. അതെന്തായാലും 3 പേർക്കും വിജയ പ്രതീക്ഷയുണ്ട്. എന്നാലും കടുത്ത മത്സരമായിരിക്കും ഈ തലസ്ഥാന നഗരം പ്രതീക്ഷിക്കുക.